എൻ്റെ പേര് ജീന എന്നാണ്. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. SH മൗണ്ട് ഇടവകയാണ്. ഞാനൊരു നേഴ്സാണ്. ഞാൻ UK വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ വന്നിരിക്കുന്നത് മെയിനായിട്ടും എനിക്ക് മാതാവ് തന്ന അനുഗ്രഹത്തെപ്പറ്റി സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഞാൻ ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത്. അത് ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ്. അവൾ കൃപാസന മാതാവിനെ പറ്റി ഒത്തിരി പറയുമായിരുന്നു. അവൾക്ക് ഒരു കുഞ്ഞ് ലഭിച്ചത് 8 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിനെ ലഭിച്ചത് മാതാവിനോട് അപേക്ഷിച്ചിട്ടാണ് എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അവൾക്ക് അവളുടെ കയ്യിലുണ്ടായിരുന്നൊരു കാശ് രൂപം എൻ്റെ കൊന്തമാലയിൽ അവൾ അണിയിച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് അവൾ പറയുമായിരുന്നു, നീ അറ്റ്ലീസ്റ്റ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയറെങ്കിലും ചൊല്ലണം കേട്ടോ. ഒത്തിരി അനുഭവങ്ങൾ തരുന്ന മാതാവാണ് കൃപാസന മാതാവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് മാതാവിനെ പറ്റി ഇതുകൂടാതെ സോഷ്യൽ മീഡിയയിലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇവളുടെ സാക്ഷ്യം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വിശ്വാസമായി തുടങ്ങി. ഈ മാതാവ് എന്നെയും ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. എനിക്ക് മാതാവ് തന്നത്, ഞാൻ ഉടമ്പടിയിൽ മെയിൻലി 6 കാര്യങ്ങളാണ് വെച്ചത്. അതിൽ 4 കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി. ഏറ്റവും വലിയ സാക്ഷ്യം എൻ്റെ കുഞ്ഞ് തന്നെയാണ്, എലിശബ. എനിക്ക് ആദ്യം 2019 ഒരു കുഞ്ഞുണ്ടായതായിരുന്നു. അത് 6 മാസമായപ്പം ഞാൻ സിസേറിയൻ വഴി പ്രസവിക്കുകയും 9 ദിവസം NICUവിൽ കിടന്ന് ഞങ്ങളുടെ കയ്യിൽ വെച്ച് ആ കുഞ്ഞ് മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്കും എൻ്റെ ഹസ്ബൻഡ് ജോക്സി, പരിചയപ്പെടുത്തിയില്ല, ജോക്സി, ഞങ്ങൾ രണ്ടുപേരും മാനസികമായിട്ട് ഒത്തിരി തളർന്നിരുന്നു. കാരണം ഞങ്ങൾക്ക് അടുത്ത കുഞ്ഞിനെ പറ്റി ചിന്തിക്കാനായിട്ട് തന്നെ പേടിയായിരുന്നു. ഇനി എങ്ങനെ ഞങ്ങൾ ഇതിനെയൊക്കെ ഫേസ് ചെയ്യും, അടുത്ത പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഞങ്ങൾ ഫേസ് ചെയ്യും എന്നുള്ളത് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഡോക്ടേഴ്സ് ഇതിനൊരു റീസൺസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ചിലപ്പം യൂട്രസിന് കട്ടി കുറവ്, സെർവിക്സിന് ലെങ്ത്ത് കുറവ്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാരണമായിരിക്കും. എന്തായാലും നീ അടുത്ത പ്രാവശ്യം പ്രഗ്നൻ്റ് ആകുമ്പോഴേ ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അടുത്ത പ്രാവശ്യം പ്രഗ്നൻ്റ് ആകുമ്പോൾ നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഫിയറായിരുന്നു അടുത്ത പ്രാവശ്യം ഒരു കുഞ്ഞെന്നുള്ള കാര്യം. കാരണം ഈ ഒത്തിരി പെയിൻഫുള്ളായിട്ടുള്ള പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോകണം. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 3.5 വർഷം ഞങ്ങൾ തന്നെ മനഃപൂർവ്വം ഒരു ഗ്യാപ്പ് ഇട്ട് അടുത്ത പ്രാവശ്യം ഞാൻ പ്രഗ്നൻ്റ് ആയി 2023 ജാനുവരി ഒക്കെ ആയപ്പോഴത്തേക്കും. ഞാൻ അതിനു മുമ്പേ മാതാവിൻ്റെ സപ്പോർട്ട് ഞാൻ അപേക്ഷിച്ചിരുന്നു. മാതാവ് എനിക്ക് ത്രൂ ഔട്ട് എൻ്റെ പ്രഗ്നൻസിയിൽ സപ്പോർട്ട് തന്ന് എൻ്റെ കോംപ്ലിക്കേഷൻസൊക്കെ മറികടക്കാനുള്ളൊരു ധൈര്യം എനിക്ക് തന്നു. കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ 3 മാസം എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. ബ്ലീഡിങ്ങിന് ഇവർ UK അവിടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് മരുന്നൊന്നും ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യത്തില്ല, പതുക്കെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പം ഫസ്റ്റ് തവണ പോയപ്പം കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചിലപ്പോൾ മിസ്കാരേജ് ആവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെന്നെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് വീണ്ടും ബ്ലീഡിങ് ആയി. അപ്പോൾ വീണ്ടും ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ വേറൊരു മരുന്ന്, ഒരു ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 3 മാസം ഞാൻ മറികടന്നു. അടുത്ത സ്റ്റെപ്പ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇവർ എനിക്ക് മുമ്പിലേക്ക് വെച്ച ഓപ്ഷൻ. പക്ഷേ അതിന് UK ഗൈഡ് ലൈൻസ് പറയുന്ന കുറച്ച് റൂൾസ് ഉണ്ട്. ഇത്ര മെഷർമെൻറ്റിന് കുറവാണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ എന്ന്. പക്ഷേ നാട്ടിലെ ഡോക്ടേഴ്സ് പറയുന്നത് പ്രിക്വേഷണറി ആയിട്ട് അവർ സ്റ്റിച്ച് ഇടും. അതാണ് ഇവിടെയുള്ള ട്രീറ്റ്മെൻറ്റ്. ഞാൻ പ്രിക്വേഷണറി ആയിട്ട് സ്റ്റിച്ച് ഇടാവോ എന്ന് ഇവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഗൈഡ് ലൈൻസ് അതിന് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഇനി എൻ്റെ സർവീസിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു പോയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ഇവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അത് അന്നേരം നമുക്ക് നോക്കാം, അന്നേരം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യൂ, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്റ്റിച്ച് ചെയ്യണതിൻ്റെ ഓരോ ആഴ്ചകൾ കഴിയുന്തോറും അതിൻ്റെ റിസ്ക് കൂടിയാണ് വരുന്നത്. 24 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പം 2 പ്രാവശ്യം എൻ്റെ സ്കാൻ ചെയ്തു. മെഷർമെൻറ്റ് അതുപോലെ തന്നെ ആദ്യത്തെ പ്രാവശ്യം 30 ആണെങ്കിൽ അടുത്ത പ്രാവശ്യം 29. 3-ാമത്തെ പ്രാവശ്യം അവർക്ക് കാണാനേ സാധിക്കുന്നില്ല. അവർക്ക് മര്യാദയ്ക്ക് ഒരു ആക്യുറേറ്റ് ആയിട്ടൊരു റീഡിങ് കിട്ടുന്നില്ല. അപ്പം ഈ സ്കാൻ ചെയ്യുന്ന ചേച്ചി, ഈ പുള്ളിക്കാരി എന്താണെന്ന് വെച്ചാൽ ഡോക്ടറിനെ ഡയറക്റ്റ് വിളിച്ചു വരുത്തിയപ്പം അവിടെ വെച്ച് ഞാൻ പൊട്ടിക്കരഞ്ഞു. എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ പെയിൻ,
അതിൻ്റെ ഇടയ്ക്ക് ഇതെന്തെങ്കിലും പറ്റിപ്പോകുമെന്നുള്ള പേടി, ഇതെല്ലാം കൊണ്ട് എൻ്റെ വിഷമം കണ്ടിട്ട് അവിടുത്തെ ഡോക്ടർ എനിക്ക് സ്റ്റിച്ച് ഓഫർ ചെയ്തു, സ്റ്റിച്ച് ഇടാം എന്നുള്ള ഇതിൽ എൻ്റെ ആൻഷ്യസ്നെസ്സും എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അവർ സ്റ്റിച്ച് ഇടാനായിട്ട് അനുവദിച്ചു. അങ്ങനെ സ്റ്റിച്ചിട്ടു. സ്റ്റിച്ചിട്ടിട്ട് എല്ലാവർക്കും 1-2 ദിവസത്തിനകം മാറുന്ന സംഭവം. 1-2 ദിവസം ചെറിയ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവും, അത് കഴിഞ്ഞ് അതങ്ങ് മാറിപ്പോവും, ഓക്കെ ആവും. പക്ഷേ എനിക്കാണെങ്കിൽ ഒരാഴ്ചയോളം ബ്ലീഡിങ് ആയിരുന്നു. ബ്ലീഡിങ് ആണെങ്കിൽ കുറയുന്നേ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ഒരാഴ്ചയോളം ആശുപത്രിയിൽ കിടന്നു. അന്നേരമൊക്കെ ഞാൻ മാതാവിനോട് അപേക്ഷിക്കുമായിരുന്നു. ഈ ഉടമ്പടിയിലനുസരിച്ചുള്ള എല്ലാ പ്രാർത്ഥനകളും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് കാശിരൂപവും പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെയും രാത്രിയും പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എനിക്ക് ബൈബിള് ഞാൻ എനിക്ക് സാധിക്കുന്ന അത്രയും നേരം വായിക്കുമായിരുന്നു. എന്നും അരമണിക്കൂർ വീതം വെച്ച് കഴിയുന്നത് പോലെ ഞാൻ വായിക്കുമായിരുന്നു. പിന്നെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞത് ഒരു 80% ഉറപ്പേ ഇതിന് തരാൻ പറ്റത്തുള്ളൂ. എപ്പോൾ വേണമെങ്കിലും അത് പോകാൻ ചാൻസ് ഉണ്ട്, ഇൻഫെക്ഷൻസ് ഒന്നും വരാൻ പാടില്ല. ഇൻഫെക്ഷൻസ് വന്നാൽ സ്റ്റിച്ച് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ബെഡ് റെസ്റ്റും എടുത്തു, മാക്സിമം എന്നെക്കൊണ്ട് ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻസ് മാറുന്നേ ഉണ്ടായില്ല. പല ആൻറ്റിബയോട്ടിക്സ് ട്രൈ ചെയ്തു, എന്നിട്ടും ഇതൊന്നും ഈ ഇൻഫെക്ഷൻസ് കുറയുന്നുണ്ടായില്ല. അവസാനം അവരെന്നെ കണ്ടിന്യൂസ് ആൻറ്റിബയോട്ടിക്കിൽ ഹൈ ഡോസ് ആൻറ്റിബയോട്ടിക്കിൽ ഇട്ടു. ഇതെല്ലാം കഴിച്ചിട്ടും എൻ്റെ വാട്ടർ ലീക്കായിക്കൊണ്ടിരിക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. മാസം എനിക്ക് ഓരോ പ്രാവശ്യവും എക്സാമിനേഷന് വേണ്ടി പോകുമായിരുന്നു. ഭയങ്കര പെയിൻഫുള്ളായിരുന്നു ഈ സ്പെക്കുലം എക്സാമിനേഷൻ എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഡിസ്കംഫോർട്ടായിരുന്നു അത്. എല്ലാ മാസവും ഓരോ പ്രാവശ്യവും ഈ എക്സാമിനേഷൻ ചെയ്യേണ്ട അവസ്ഥ വന്നു. കാരണം വാട്ടർ ലീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നില്ലെങ്കിൽ സ്റ്റിച്ച് പൊട്ടി, യൂട്രസിൻ്റെ ഭാഗം എവിടെയെങ്കിലും പൊട്ടി എന്നുള്ള ഒരു, അതായത് ആ മെംബ്രെയിൻ എവിടെ പൊട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു ഇതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇവർക്കിത് തുറന്ന് നോക്കാതിരിക്കാനും പറ്റത്തില്ല. അപ്പം ഒത്തിരി വേദനയിലൂടെയും കടന്നുപോയി. പക്ഷേ അന്നേരമൊക്കെ മാതാവ് എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് എനിക്ക് തരണം ചെയ്യാനുള്ള ഒരു ശക്തി എനിക്ക് തന്നു എന്നുള്ളതാണ് എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്താനുള്ളത്. എൻ്റെ കുഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നു. അവൾ പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെ എനിക്ക് മാസം തികഞ്ഞ് തന്നെ പ്രസവിക്കാൻ സാധിച്ചു. ഒരു കുഴപ്പമില്ല. പിന്നെ അസോസിയേറ്റഡ് ആയിട്ട് ഞാൻ ബാക്കി ഒരു 3 കാര്യങ്ങളും കൂടിയും എനിക്കിതിന് ഇങ്ങനെ ഉടമ്പടി എടുത്തതിലൂടെ മാതാവ് സാധിച്ചു തന്നു. അതിൽ അടുത്തത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരി, എൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട്, എൻ്റെ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവളുടെ അടുത്ത് അവളോട് ഞാൻ കൃപാസന മാതാവിനെ പറ്റി പറഞ്ഞു കൊടുത്തിരുന്നു. അവളും ഞാനും ഒരുമിച്ചാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, ഉടമ്പടി എടുത്തതുമെല്ലാം. അവൾ 2 മാസം മുമ്പ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ അനിയൻ്റെ കേസ്, അനിയനും ഭാര്യയുമായിട്ട് ഡൈവോഴ്സിൻ്റെ വക്ക് വരെ ഇരിക്കുകയായിരുന്നു. അവർ ഒരു കാരണവശാലും യോജിച്ച് പോവില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു. പക്ഷേ അതും മാതാവ് എല്ലാം നടത്തി തന്നു. ഒരു കുഴപ്പമില്ലാണ്ട് അവരിപ്പം ഒരുമിച്ച് ജീവിക്കുന്നു. മാതാവ് തന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇത്രയും വലിയ ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ വന്ന് എനിക്കിങ്ങനെയൊക്കെ പറയാൻ സാധിക്കും, അതിന് തന്നെ ഒരു ബലം മാതാവാണ് തന്നത്. എനിക്ക് ഭയങ്കര ഫിയറാണ്, സ്റ്റേജ് ഫിയറാണ്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് വരെ ചോദിച്ചിരുന്നു, ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ല, ഹസ്ബൻഡ് വന്ന് സംസാരിക്കാമോ, എല്ലാം ഒന്ന് മര്യാദയ്ക്ക്. കാരണം എനിക്ക് ഭയങ്കര ഫിയറാണ് സ്റ്റേജിൻ്റെ മുമ്പിലൊന്നൊക്കെ സംസാരിക്കാൻ. പക്ഷേ പുള്ളി പറഞ്ഞു, നീ തന്നെ പോയി പറയണം, കാരണം നീയാണ് ഉടമ്പടി എടുത്തത്, നിനക്കാണ് അനുഭവം ലഭിച്ചത്, നീ തന്നെ പറയണം എന്ന് പറഞ്ഞു. ഇപ്പോഴും എനിക്ക് അതിനുള്ളൊരു ധൈര്യം മാതാവ് തരുന്നുണ്ടെന്ന് തന്നെ എനിക്ക് വേണം പറയാനായിട്ട്.